ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? ഞായറാഴ്ച ദിവസം എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിലും പോകണ്ട, വലിയവർക്ക് ജോലിക്കും പോകണ്ട. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി നോക്കിയാലോ? വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കുക. ചിക്കൻ കറിയിൽ തേങ്ങ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 4-5 പച്ചമുളക് നടുകെ കീറിയതും കൂടിയിട്ട് അത് ഒന്ന് മൂപ്പിക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും. ചിക്കൻ കറിക്ക് നമ്മൾ എത്രത്തോളം കൊച്ചുള്ളി ചേർക്കുന്നോ അത്രത്തോളം ചിക്കൻ കറിയുടെ ടേസ്റ്റും കൂടും. നമ്മളിവിടെ 10-20 കൊച്ചുള്ളി, ഒരു വലിയ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതിനകത്തോട്ടേക്ക് ഈ സവാളയും കൂടെ ചേർത്ത് അതും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാളയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മസാല റെഡിയാക്കുന്നതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്കൊരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാലയുടെ കൂടെ ഈ വെളുത്തുള്ളിയുടെ മണവും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും, ഒരു നുള്ള് ജീരകവും ഉലുവയും കൂടെ ചേർക്കുമ്പോൾ ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് പൊടികൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില കൂടെ ചേർത്ത് ഇത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് തട്ടിയിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പൊടിയും സവാളയും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ തട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുകളിലൂടെ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല, കാരണം ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറുന്നത് കൊണ്ട് നമ്മൾ ചാറിനായിട്ട് പ്രത്യേകം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ മസാലകളിലൊക്കെ ഈ കിടന്ന് ഈ ചിക്കൻ ഇങ്ങനെ വേവുമ്പോഴത്തേക്ക് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല രുചിയിലുണ്ടാവും. ഒരടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. നമ്മളിവിടെ വിറകടുപ്പിലാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക രുചിയും മണവുമാണ്. പക്ഷെ നമുക്ക് അടുപ്പിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്യാസിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ചിക്കൻ കറിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ചൂടോടെ കുറച്ച് കപ്പയും കൂടെ കൂട്ടി തിന്നു കഴിഞ്ഞാൽ കുശാലാവും. റെസിപ്പി ഇഷ്ടമാവേണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണും വരെ ടാറ്റ ബൈ, സീ യു.